ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ തരുണിൻ്റെ അമ്മ തരുണിനെ പറഞ്ഞ് മനസ്സിലാക്കാണ് കുട്ടിക്ക് ആരുമില്ല. ആ നിലയ്ക്ക് നമുക്ക് ആ കുട്ടിയെ കൊണ്ടുപോകാം. ആ കുട്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥ അറിയാലോ. കുഞ്ഞിനെ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ മോൾക്ക് അമ്മേനെ നഷ്ടപ്പെട്ടു. അപ്പോൾ കുഞ്ഞ് വലുതാവുന്നവരെ കൊച്ചിന് പാല് കൊടുക്കുകയെങ്കിലും ചെയ്യാലോ, കുറച്ച് നാൾ നിൽക്കട്ടെ എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ അമ്മ പറയുന്നത് ഞാനിതുവരെ നിരസിച്ചിട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ ശരി എന്നാൽ ഞാൻ അവളെത്തേക്ക് പോകട്ടെ എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ വേദന അടുത്തേക്ക് ചെല്ലാണ് കേട്ടോ തരുണിൻ്റെ അമ്മ. എന്നിട്ട് വേദനോട് പറയും, കുഞ്ഞിന് ഇങ്ങ് താ മോളെ, എന്നിട്ട് യാത്രയാവും, നമുക്ക് വീട്ടിലേക്ക് പോകാമെന്ന് പറയുകയാണേ. അങ്ങനെ അവർ വീട്ടിലേക്ക് എത്താണ് കേട്ടോ. വീട്ടിലേക്ക് എത്തുന്ന സമയത്ത് തന്നെ കുഞ്ഞിനെ വാങ്ങാനായിട്ട് തരുൺ പറയാണ് കേട്ടോ അമ്മനോട്. എന്നിട്ട് കുഞ്ഞിന് അമ്മയുടെ കയ്യിൽ നിന്ന് തരുൺ വാങ്ങിക്കുകയാണ്. കുഞ്ഞിന് ശരിക്കും വീട്ടിലേക്ക് എത്തുന്നതിന് മുമ്പല്ല, ഹോസ്പിറ്റലിൽ നിന്ന് പോരുമ്പോൾ തന്നെ തരുണ് കുഞ്ഞിനെ വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ എപ്പോഴും തരുൺ തന്നെയാണ് കേട്ടോ കുഞ്ഞിനെ എടുക്കുന്നത്. വേദന കയ്യിലിരിക്കണ കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ വാങ്ങും. അപ്പോൾ അതുകൊണ്ട് തന്നെ വേദയ്ക്ക് അത് വല്ലാത്ത സങ്കടമാവാണ്. പക്ഷേ തരുണിൻ്റെ അമ്മയാണെന്നുണ്ടെങ്കിൽ അതിൽ ഇടപെട്ട് കുഞ്ഞിനെ വേദനയെ കയ്യിൽ കൊണ്ടു കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുഞ്ഞെൻ്റെ റൂമിൽ കിടന്നോട്ടെ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് വേദയ്ക്ക് വല്ലാത്തൊരു സങ്കടമൊക്കെ ആവുന്നുണ്ട്. തൊട്ടിൽ കെട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കുഞ്ഞിനെ വേദന അടുത്തുനിന്ന് തട്ടിപ്പറിച്ച് കൊണ്ടുപോകുന്നത് പോലെ കൊണ്ടുപോയിട്ട് തൊട്ടിലേക്ക് എടുത്ത് ഉറക്കുകയാണ്. ഇതൊക്കെ കണ്ട് വേദ സങ്കടത്തോടുകൂടി കരയുന്നുണ്ട്. അങ്ങനെ അമ്മയാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് കുഞ്ഞിനെ എടുത്ത് വേദന കയ്യിൽ കൊണ്ടു കൊടുക്കുന്നുണ്ട്. മോളെ വിഷമം എനിക്ക് മനസ്സിലാവും, പക്ഷേ ഞാനിതൊക്കെ ആദ്യമേ പറഞ്ഞു തന്നെയല്ലേ എന്നൊക്കെ അമ്മ പറയുന്നുണ്ട്. അപ്പോൾ ഈ തരുണാണെന്നുണ്ടെങ്കിൽ കുഞ്ഞിനെ കൊണ്ടു നടക്കുമ്പോൾ വേദയ്ക്ക് ഇങ്ങനെ വിക്രം ആ കുഞ്ഞിനെ കൊണ്ടു നടക്കുന്ന പോലെ തോന്നുന്നുണ്ട് കേട്ടോ. പിന്നെ കാണിക്കുന്നത് ജയിലിലാണെന്നുണ്ടെങ്കിൽ വിക്രമിനെ ആക്രമിച്ച ആൾക്കാരൊക്കെ വിക്രമിനെ കാണുമ്പോൾ ഒന്നും മിണ്ടാതെ തല കുമ്പിട്ട് പോകുന്നതാണ്. വിക്രമിന് ചിരി വരികയാണ്. പിന്നെ കാണിക്കുന്നത് രാഘവേട്ടൻ പോവുകയാണ് കേട്ടോ, ജയിലിൽ നിന്ന് റിലീസായി പോവുകയാണ്. അപ്പോൾ ആളുടെ വസ്ത്രവും പണം പണിയെടുത്ത കാശൊക്കെ കൊടുത്തുങ്ങാണ്ട് ആളെ പറഞ്ഞയക്കുകയാണ്. വിക്രമിൻ്റെ യാത്ര പറയുകയാണ്, പുറത്തിറങ്ങി എന്തായാലും എന്നെ കാണാൻ വരണം, എന്തായാലും ഹൈക്കോടതിയിൽ അപ്പീൽ പോയിട്ടുണ്ടല്ലോ എന്നൊക്കെ പറയുന്നത് വിക്രമിനെ ആശ്വസിപ്പിച്ച ആൾ പോവുകയാണ്. പിന്നെ കാണിക്കുന്നത് വേദയും അമ്മയും കുഞ്ഞിനെ കുളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ വളരെയധികം സന്തോഷത്തോടു കൂടിയിട്ട് തൊട്ടടുത്ത് തന്നെ വന്നിരിക്കുകയാണ് കേട്ടോ തരുണിന് കുഞ്ഞിനോടുള്ള ഒരു വല്ലാത്തൊരു അടുപ്പം കണ്ടിട്ട് വേദയ്ക്ക് പേടിയാവുകയാണേ. അങ്ങനെ വേദ പറയുകയാണ്, ഇതിങ്ങനെ ആയാൽ ശരിയാവില്ല അമ്മേ, തുറന്ന് പറയുക തന്നെ വേണമെന്ന് പറയുകയാണേ. അന്നേരം അമ്മ പറയുന്നുണ്ട്, ഇപ്പം പറഞ്ഞാൽ ശരിയാവും മോളെ, അവൻ എങ്ങനെയാണ് പ്രതികരിക്കാമെന്ന് അറിയില്ല. ഒന്നുകിൽ വീട് പൊളിയുന്ന രീതിയിൽ അവൻ ഒച്ചയിടും, അല്ലെങ്കിൽ ആരും അറിയാതെ അവൻ സങ്കടം കടിച്ചമർത്തും. അവൻ്റെ രണ്ട് വേദനകളും രാധിക വരുന്നതിന് മുമ്പ് ഞാൻ കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇപ്പോൾ പറയണോ മോളെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ വേദ പറയുന്നുണ്ട്, പറയാതെ ശരിയാവില്ല അമ്മേ, ഇനി ഇതിങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ മോൻ കുറേ നാൾ കഴിഞ്ഞിട്ടാണ് ഇത് അറിയുന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ എന്നോടുള്ള ദേഷ്യമാവും, ചിലപ്പോൾ മാത്രമല്ല ഇനിയിപ്പോൾ എന്നെ ഇറക്കി വിട്ടുന്നു വരാം, അല്ലെങ്കിൽ എന്നോട് എങ്ങനെ പ്രതികരിക്കുമെന്ന് എനിക്കറിയില്ല, എന്നാലും ഞാൻ പറയട്ടെ എന്ന് പറഞ്ഞിട്ട് വേദ തരുണിൻ്റെ റൂമിലേക്ക് പോകുകയാണേ. അങ്ങനെ കുഞ്ഞിന് ഓരോ പാട്ടുകളും കഥകളൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ഉറക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, നീ വലുതായി വരുമ്പോൾ നിൻ്റെ കുഞ്ഞ് കാൽപാദം എൻ്റെ നെഞ്ചിൽ ഇങ്ങനെ പതിഞ്ഞെടുക്കുന്ന പറയുന്ന സമയത്താണ് കേട്ടോ വേദ ആ കാഴ്ച കാണുന്നത്. നെഞ്ചിൽ കുഞ്ഞിൻ്റെ കാൽപാദം പച്ച കുത്തിയിരിക്കുന്നത്. അപ്പോൾ വേദന കാണുമ്പോൾ തരുൺ ചോദിക്കുകയാണ്, എന്താ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അവർ കുഞ്ഞു ഉറങ്ങിയോ എന്ന് നോക്കാൻ, കുഞ്ഞു ഉറങ്ങി എന്ന് പറയാൻ കേട്ടോ. എന്നിട്ട് ഞാൻ കഥകളൊക്കെ പറഞ്ഞു കൊടുത്ത് ഉറക്കാണ്. ഇപ്പം കേൾക്കുന്ന കഥകളൊക്കെ അവർക്ക് മനസ്സിലാവാനൊക്കെ സാധ്യതയുണ്ട്. നമ്മൾ ചെറുപ്പത്തിലെ കുറേ കാര്യങ്ങളൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കണം. ഞാൻ സ്കൂളിൽ പഠിച്ചിരുന്ന നാളിൽ എൻ്റെ മാഷന്മാരും ടീച്ചർമാരൊക്കെ കഥകളിലൂടെയാണ് എനിക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തന്നിരുന്നത്. അതൊക്കെ ഇപ്പോഴും എനിക്ക് എൻ്റെ മനസ്സിൽ ഓർമ്മയിൽ നിൽക്കുന്നുണ്ട്. എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടൊരു മാഷുണ്ടായിരുന്നു, സുധാകരൻ മാഷ് എന്ന് പറയൂട്ടോ നാട്ടിൽ. അപ്പോൾ പെട്ടെന്ന് തന്നെ വേദയ്ക്ക് മനസ്സിലാവാൻ കേട്ടോ സുധാകരൻ മാഷെ പഠിപ്പിച്ചിട്ടുള്ള ഒരു വിദ്യാർത്ഥിയാണ്. അപ്പോൾ വിക്രമിൻ്റെ കുടുംബവുമായിട്ട് തരുണിനും അടുപ്പുണ്ടെന്നുള്ള കാര്യം മനസ്സിലാവാൻ കേട്ടോ സുധാകരൻ മാഷാണ് എന്നെ അത്രയും നല്ല രീതിയിൽ പഠിപ്പിച്ചിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയൂട്ടോ. അപ്പോൾ മാത്രമല്ല കുഞ്ഞിൻ്റെ കാര്യവും ഇങ്ങനെ ഭയങ്കര ഇതായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവൾ വളർന്ന് വലുതായിട്ട് അങ്ങനെ വേണം ഇങ്ങനെ വേണം എന്നൊക്കെ പറഞ്ഞ് കേൾക്കുമ്പോൾ വേദയ്ക്ക് താൻ പറയാൻ വന്ന കാര്യം പറയാൻ പറ്റാത്ത ഒരവസ്ഥയിൽ നിൽക്കുകയാണ് കേട്ടോ. വേദയ്ക്ക് സങ്കടം വരികയാണ്. അങ്ങനെ തരുൺ തൻ്റെ മനസ്സിൽ മകളുടെ വളർച്ചയെക്കുറിച്ചൊക്കെ പറയുകയാണ്. അപ്പം തന്നെ വേദയുടെ അടുത്ത് വന്ന് ചോദിക്കുന്നു, ഞാൻ പറഞ്ഞത് ശരിയല്ലേ, കുഞ്ഞുങ്ങൾ ഇങ്ങനെയുള്ള കഥകളൊക്കെ കേട്ട് വളരണ്ടേന്ന് ചോദിക്കുമ്പോൾ വേദ അത് ശരി തന്നെയാണെന്ന് പറയട്ടോ. എന്തായാലും കുഞ്ഞിൻ്റെ അടുത്തേക്ക് ഇപ്പോൾ പോകണ്ട, കുഞ്ഞ് നന്നായിട്ട് ഉറങ്ങിയിട്ടുണ്ടെന്ന് വേദനയോട് പറയാം. അങ്ങനെ വേദ തിരിച്ച് നേരെ തൻ്റെ റൂമിലേക്ക് എന്നെ അവിടെ വന്നിരുന്നത് കരയാണ്. ആ സമയത്ത് അമ്മ വന്നിട്ട് പറയും, മോളെ ഞാൻ അവൻ്റെ മുറിയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു, അവൻ സാധാരണ പോലെ കുഞ്ഞിനെ നോക്കിയിരിക്കുന്നുണ്ട്, മോള് പറഞ്ഞില്ലേ ഒന്നും,
എന്ന് ചോദിക്കുകയാണ്. അപ്പം ഇല്ല, എനിക്ക് പറയാൻ പറ്റിയില്ല അമ്മേ, കുഞ്ഞ് കാൽപാദം വരെ നെഞ്ചിൽ പച്ച കുത്തി വെച്ചേക്കാണ്. ഇതിങ്ങനെ പോയി കഴിഞ്ഞാൽ ശരിക്കുള്ള അവൻ്റെ കൊച്ചിൻ്റെ അച്ഛൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ആ കൊച്ചിൻ്റെ അച്ഛനോട് എന്ത് പറയും അമ്മേ എന്നൊക്കെ ചോദിച്ചിട്ട് പൊട്ടി കരയാണ്. സാറില്ലേ മോളെ, നമുക്ക് പറഞ്ഞു മനസ്സിലാക്കാവുന്നൊരു നല്ല സമയം വരട്ടെ എന്ന് പറയും. പിന്നെ കാണിക്കുന്ന ഹോസ്പിറ്റലിൽ ഗുണ്ടകളൊക്കെ, ശ്രീകാന്തിൻ്റെ ഗുണ്ടകളൊക്കെ അന്വേഷിച്ച് വന്നിരിക്കുകയാണ്. ഈ സമയത്ത് വേദയും കുഞ്ഞും കൂടിയിട്ട്, കുഞ്ഞും അതുപോലെ തന്നെ അമ്മയൊക്കെ കൂടിയിട്ട് കുഞ്ഞിനുള്ള പരിശോധനയ്ക്ക് വേണ്ടിയിട്ട് കുത്തിവയ്പ്പിനൂടെയൊക്കെ കൊണ്ടുവന്നിരിക്കുകയാണ്. അന്നേരം ഡോക്ടർ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്, നിങ്ങളിത് പറഞ്ഞില്ലെങ്കിൽ വലിയ പ്രശ്നമാവും. ആ സമയത്ത് തരുൺ അതിനെങ്ങനെയാണ് പ്രതികരിക്കുക എന്ന് പറയാൻ പറ്റില്ല, എത്രയും പെട്ടെന്ന് തന്നെ അത് പറയണം. സീതാലക്ഷ്മി അമ്മയുടെ വേദന എനിക്ക് മനസ്സിലാവും ഒരു അമ്മ എന്ന നിലയിൽ, പക്ഷേ ഈ വേദ ഒരു അമ്മയല്ലേ എന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ വേദയും അമ്മയും കൂടി പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് വേദ ഗുണ്ടകളെ കാണുമ്പോഴേക്കും അമ്മയെ പിടിച്ച് വലിച്ച് വേഗം തന്നെ ഒരു സൈഡിലേക്ക് പോകും. അപ്പോൾ അമ്മ പറയും, എന്താ മോളെ എന്തേലും ചോദിക്കട്ടോ. അമ്മ കുഞ്ഞിനെ പിടിക്കി, ഞാൻ എന്നിട്ട് അമ്മ തന്നെ ഒറ്റയ്ക്ക് പുറത്തേക്ക് പോക്കോ, എന്നിട്ട് ഞാൻ പതുക്കനെ ബാക്കിൽ കൂടെ വരാമെന്ന് പറയും. അങ്ങനെ അമ്മ കുഞ്ഞിനെ കൊണ്ട് പുറത്തേക്ക് പോകും. വേദയാണെന്നുണ്ടെങ്കിൽ തലയിൽ കൂടി ഷോൾ ഇട്ടിട്ട് ഇങ്ങനെ പതുക്കനെ പുറത്തേക്ക് പോവുകയാണ്. അങ്ങനെ പോകുന്ന സമയത്ത് ഈ ഗുണ്ടകൾ രണ്ടും വേദന കാണാണ്. അപ്പോൾ വേദന അടുത്തേക്ക് വന്നു കണ്ടിട്ട് അയാളൊരു ഫോട്ടോ എടുക്കാൻ വേണ്ടി മൊബൈലിൽ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അയാളിങ്ങനെ കൈ വെക്കുകയാണ്. എന്നിട്ട് മാത്രമല്ല വേദന തലേന്ന് ഷോള് മാറ്റാൻ വേണ്ടി ഒരു ഗുണ്ട കൈ ഇങ്ങനെ പൊതിക്കുമ്പോഴേക്കും ആ കൈ പിടിച്ച് ഒടിക്കുകയാണ് കേട്ടോ നമ്മുടെ തരുൺ വന്നിട്ട്. അങ്ങനെ തരുൺ അവിടെ രണ്ടുപേരെയും അവരെ അടിച്ചൊരു ഇതാക്കാണ്. അപ്പോൾ തന്നെ പണ്ട് നമ്മുടെ രാധികരെ എടുത്തു വെച്ചിട്ട് ഒരാളെ അങ്ങനെ അടിച്ചപ്പോഴാണ് രാധികയ്ക്ക് ബോധം കിട്ടിയത്. അപ്പോൾ വേദ അവിടെ നിൽക്കുമ്പോൾ വേദയ്ക്ക് ഇനി എന്തെങ്കിലും വിഷമമായാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്യാതെ തന്നെ ഒരു തോക്കെടുത്ത് അവർ രണ്ടുപേരെ ചൂണ്ടി നിർത്താണ് കേട്ടോ. എന്നിട്ട് പറയും, വേദ റിസപ്ഷനിലേക്ക് പോക്കും, അമ്മ റിസപ്ഷനിലുണ്ടെന്ന് പറയുകയാണേ. അങ്ങനെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചിട്ട് ഇവരെ രണ്ടുപേരെ അറസ്റ്റ് ചെയ്യാൻ പറയുകയാണേ. വേദയാണെന്നുണ്ടെങ്കിൽ അമ്മയുടെ അടുത്തേക്ക് ഓടി വരുമ്പോൾ അമ്മ ചോദിക്കും, എന്താ മോളെ, എന്താ കാര്യം, അത് പിന്നെ മോളെ അവരാണോ എന്ന് ചോദിക്കട്ടോ. അതെ അവർ തന്നെയാണെന്ന് പറയട്ടോ. അപ്പോഴേക്കും ഭയങ്കര ടെൻഷനോട് കൂടിയിട്ട് വേദ കുഞ്ഞിനെ വാങ്ങുകയാണേ. അങ്ങനെ പോലീസുകാരൊക്കെ വന്നു കണ്ടിട്ട് അവരെ രണ്ടുപേരും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണ്. ഈ സമയത്ത് തരുണാണെന്നുണ്ടെങ്കിൽ വേദര അടുത്തേക്ക് വരികയാണ് കേട്ടോ. വേദര അടുത്ത് വന്നിട്ട് വേദരയും അമ്മയുടെ അടുത്തേക്ക് വന്നിട്ട് വേദര കയ്യിൽ നിന്ന് കുഞ്ഞിനെ വേഗം തന്നെ പിടിച്ചു വാങ്ങുകയാണ് കേട്ടോ. അപ്പോൾ വേദയ്ക്ക് ആകെ സങ്കടമാവുന്നുണ്ട്. അങ്ങനെ ഒരു അമ്പലത്തിലേക്ക് വരികയാണ്. അപ്പോൾ വേദ ഇങ്ങനെ അമ്മനോട് ചോദിക്കി എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ തരുണിൻ്റെ അമ്മ തരുണിനോട് ചോദിക്കണം, മോനെ അന്ന് രാധികരോടൊപ്പം മോനെ ആക്രമിച്ച ആൾക്കാർ തന്നെയാണല്ലേ ഇന്ന് ഹോസ്പിറ്റലിൽ വന്നതെന്ന് ചോദിക്കുമ്പോൾ, അല്ല അമ്മ അവരൊക്കെ സബ് ജയിലിലാണ്, ഇത് എന്നെ അന്വേഷിച്ച് വന്നതല്ല വേദന അന്വേഷിച്ച് വന്നതാണെന്ന് പറയുമ്പോഴേക്കും വേദ ആകെ ഞെട്ടിത്തരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് പറയും, ആരാ ഞാൻ നിങ്ങളെ കണ്ടപ്പോഴേ തന്നെ എനിക്ക് മനസ്സിലായിട്ടുണ്ട് നിങ്ങൾക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന്. നിങ്ങൾ തേടി അവരങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ അതിനൊരു കാരണം ഉണ്ടാവുമല്ലോ, അതെന്താണെന്നൊക്കെ ചോദിക്കുകയാണ്. അന്നേരം വേദ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി, നിങ്ങളുടെ നേരെ അവർ വരുന്നുണ്ടെങ്കിൽ അത് എൻ്റെ മോളെയും കൂടെ ബാധിക്കും. എൻ്റെ മോളെ ബാധിക്കാതിരിക്കാൻ നോക്കേണ്ട കടമ എനിക്കാണ്. ഇനി ഇതിങ്ങനെ മുന്നോട്ട് പോയാൽ ശരിയാവില്ല എന്നൊക്കെ പറയും. അന്നേരം അമ്മ പറയുന്നുണ്ട്, മോനെ നീ എന്തൊക്കെയാണ് പറയുന്നത് എന്ന് വയ്ക്കിട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞത് ശരിയല്ലേ അമ്മേ, ഇവളെ ആൾക്കാർ നോട്ടിട്ടിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ട് എൻ്റെ കുഞ്ഞിനെ ബാധിക്കും, എൻ്റെ കുഞ്ഞിനെ അതിൽ നിന്നൊക്കെ പിന്തിരിപ്പിക്കണം എന്ന് പറയാം. മോൻ എന്ന് തുടങ്ങിയാണ് ഇതുപോലെ പേടിച്ച് തുടങ്ങിയെന്ന് ചോദിച്ചിങ്ങാട്ട് മോൻ ഇങ്ങോട്ട് വാ ഞാൻ പറയട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് മാറ്റി നിർത്തുകയാണ് കേട്ടോ. വേദയാണെന്നുണ്ടെങ്കിൽ ആകെ ടെൻഷൻ അടിച്ച് ദൈവമായി സത്യങ്ങൾ മുഴുവൻ തരുൺ അറിയുമല്ലോ എന്നുള്ള രീതിയിൽ. പിന്നെ കാണിക്കുന്നത് അമ്മ പറഞ്ഞ് മനസ്സിലാക്കണ അവൾക്ക് ആരുമില്ല, അതുകൊണ്ടല്ലേ നമ്മൾ നോക്കേണ്ടി വന്നത്, നമ്മളോടൊപ്പം കാണുന്നുണ്ടെങ്കിൽ അവളൊരു ഗുണ്ടകളും അന്വേഷിച്ച് വരില്ല. മാത്രമല്ല നമ്മുടെ കുഞ്ഞിന് ഇപ്പോൾ ഒരു അമ്മയുടെ ആവശ്യമാണ്, അത് അവൾ നന്നായി ചെയ്യുന്നില്ലേ, കുഞ്ഞിനെ പാല് കൊടുത്ത് അവൾ സ്നേഹിക്കുന്നില്ലേ മോനെ, അതിൻ്റെ ഒരു കടമയെങ്കിലും നമ്മൾ കാണിക്കണ്ടേ. പക്ഷെ എൻ്റെ മോളെ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല, നമ്മളോടൊപ്പമാണെന്നുണ്ടെങ്കിൽ അവളെ അന്വേഷിച്ച ഒരാളും വരില്ല, അന്ന് ഞാൻ വാക്ക് തരുന്നു എന്നൊക്കെ പറയുകയാണെ. അങ്ങനെ തിരിച്ച് കൊണ്ടുവരികയാണ് കേട്ടോ. അങ്ങനെ വേദനയോടും കൂടിയിട്ട് വീണ്ടും അവർ ഒരുമിച്ച് വീട്ടിലേക്ക് പോകാൻ നിൽക്കാൻ കേട്ടോ. എന്നിട്ട് പറഞ്ഞിട്ട് ഇപ്പം ഞാൻ എന്നോട് കാര്യങ്ങളൊന്നും ചോദിക്കില്ല, പക്ഷേ എല്ലാ കാര്യങ്ങളും എന്നോട് ഒരു ദിവസം തുറന്ന് പറയണമെന്ന് എന്നെ വേദനയോട് തരുൺ പറയുകയാണേ. പിന്നെ കാണിക്കുന്നത് ജയിലിൽ വിക്രം പണിയെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടേക്ക് മറ്റേ ഡിക്രൂസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോലീസുകാരൻ വരികയാണ് കേട്ടോ. ആൾ വന്നിട്ട് പറയുകയാണ്, പരോളിനെ അപേക്ഷിച്ചിരുന്ന വിക്രം ഒന്നും ഒരു ഭാവഭേദം ഇല്ലാന്ന് നോക്കും, നീ ഇങ്ങനെ നിൽക്കുന്നതാണ് എനിക്ക് പ്രശ്നം, നീ ഒന്ന് ഉഷാറാവും, ഇങ്ങനെ നിരാശയോടുകൂടി നിൽക്കല്ലേ എന്ന് പറയാണ് കേട്ടോ. പരോള് കിട്ടിയിട്ടുണ്ടെങ്കിൽ അച്ഛൻ്റെ അടുത്ത് കുറച്ച് ദിവസം പോയി നിൽക്കാമല്ലോ നിനക്ക്, മാത്രമല്ല വേദയെക്കുറിച്ച് അന്വേഷിക്കുകയും ചെയ്യാമല്ലോ, ഞാനും ഒന്ന് അന്വേഷിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ, നിങ്ങൾ അന്വേഷിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല, നിങ്ങൾ ആരന്വേഷിച്ചാലും അവളെ കിട്ടാൻ പോകുന്നില്ല, ഞാൻ പുറത്തിറങ്ങുന്ന ദിവസം മാത്രമേ വേദ പുറത്ത് വരൂ, എനിക്ക് ഉറപ്പുണ്ട് സാറേ എന്ന് പറയാൻ കേട്ടോ. എന്തായാലും പരോള് കിട്ടിയിട്ടുണ്ടെങ്കിൽ എനിക്ക് അച്ഛൻ്റെ അടുത്ത് പോയി കുറച്ച് ദിവസം നിൽക്കാം, അമ്മയുടെ മരണത്തിൻ്റെ ആ സമയത്ത് എനിക്ക് അമ്മയോടൊപ്പം നിൽക്കാൻ പറ്റിയില്ല,
അത് വല്ലാത്തൊരു വേദനയായി എൻ്റെ മനസ്സിൽ തന്നെ ഉണ്ട് സാറേ. എന്തായാലും പരോൾ കിട്ടുകയാണെങ്കിൽ അച്ഛൻ്റെ കൂടെ കുറച്ച് ദിവസം നിൽക്കാൻ തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. വേദ എന്തായാലും പുറത്ത് വരാനൊന്നും പോകുന്നില്ല. ഞാനുണ്ടെങ്കിൽ മാത്രമേ ഞാൻ പുറത്തിറങ്ങിയാൽ മാത്രമേ അവൾ വരുള്ളൂ. അവളെക്കുറിച്ച് സാറിന് അറിയില്ല എന്ന് തന്നെ വിക്രം ചിരിച്ചുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്. കാരണം അത്ര 100% വിക്രമിന് ഉറപ്പുണ്ട് വേദ താൻ പുറത്തു വരാത്തത് കൊണ്ടാണ് മറിഞ്ഞു നിൽക്കുന്നതെന്നുള്ള കാര്യം വിക്രമിന് ഉറപ്പുണ്ട് കേട്ടോ. അപ്പോൾ പോലീസുകാരോട് പറയുന്നുണ്ട് എന്തായാലും സാറ് ചെല്ല്, ഞാൻ പണിയെടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവർ പോകാണ് കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് ശ്രീകാന്തിനെ സാബുവിനെയാണ് കേട്ടോ. ശ്രീകാന്ത് എന്നുണ്ടെങ്കിൽ ഡൽഹിയിൽ ഏൽപ്പിച്ചിട്ടുള്ള ഗുണ്ടകളെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ സാബു ചോദിക്കുന്നത് എന്താ പ്രശ്നം സാറേന്ന് ചോദിക്കുമ്പോൾ അവന്മാർ ഫോൺ എടുക്കുന്നില്ല, ചിലപ്പോൾ സ്വിച്ച് ഓഫ്, ചിലപ്പോൾ ഫോൺ എടുക്കുന്നില്ല, ചിലപ്പോൾ കട്ട് ചെയ്യും എന്ന് അറിയാൻ കേട്ടോ. അവർക്ക് വലിയ എന്തെങ്കിലും കാരണങ്ങൾ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ അത് അവർ അതിൻ്റെ പുറകെ പോയിട്ടുണ്ടാവും. അപ്പോൾ ഇന്നലെ 2 ദിവസം മുമ്പ് വരെ വിളിച്ചുകൊണ്ടിരുന്നവരാണ്. പക്ഷേ ഇപ്പം പെട്ടെന്ന് അങ്ങനെ ആയപ്പോൾ എനിക്ക് എന്തോ സംശയം എന്ന് തോന്നാൻ കേട്ടോ. അപ്പോൾ സാറിന് പേടിയാണല്ലേ എന്ന് പറയും. പേടിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പേടി തന്നെയാണോ എന്ന് വിചാരിച്ചോ? ദേവകിയുടെ 8ാമത്തെ പുത്രനാണ് കംസൻ്റെ ജീവൻ എടുത്തതെങ്കിൽ ഇത് ആദ്യത്തെ പുത്രൻ തന്നെ എൻ്റെ ജീവൻ എടുക്കാൻ പ്രാപ്തിയിൽ നിൽക്കുകയാണ്. എന്തായാലും ആ കുഞ്ഞ് ജീവിച്ചിരിപ്പുണ്ടെന്ന് എനിക്കൊരു തോന്നലെന്ന് തന്നെ പറയാണ് കേട്ടോ സാബുവിനോട് ശ്രീകാന്ത്. അപ്പോൾ എന്തായാലും സാബുവിനും ചെറിയൊരു സംശയമൊക്കെ വരാണ് കേട്ടോ. ശ്രീകാന്തിനാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു പേടിയൊക്കെ തോന്നുകയാണ് കേട്ടോ. ഇനി അവൾ ആ കുഞ്ഞിനെ പ്രസവിച്ചിട്ടുണ്ടാവും, ആ കുഞ്ഞ് ജനിച്ചിട്ടുണ്ടാവും എന്ന് തന്നെ എനിക്ക് തോന്നുന്നുണ്ട് എന്ന് പറയാൻ കേട്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ശങ്കരനാരായണൻ അത് അറിയാതിരിക്കില്ല. ശങ്കരനാരായണൻ അവൾ വിളിച്ചിട്ടുണ്ടാവും. അങ്ങനെ ചിലപ്പോൾ ശങ്കരനാരായണൻ്റെ കെയർ ഓഫിലുള്ള ആരെങ്കിലും ഡൽഹിയിൽ അവളെ സംരക്ഷിക്കുന്നുണ്ടാവും എന്നൊക്കെ അങ്ങനെ വിചാരിക്കുകയാണ് ശ്രീകാന്ത്. അങ്ങനെ അതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അവർ രണ്ടുപേരും. പിന്നെ കാണിക്കുന്നത് തരുൺ കുഞ്ഞിനെ ഇങ്ങനെ ഉറക്കിക്കൊണ്ടിരിക്കാണ്ട് എന്തോ വായിക്കുന്നുണ്ട്. ഇങ്ങനെ ഉറക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അമ്മ അവിടേക്ക് വരികയാണ് കേട്ടോ. അമ്മ അവിടെ വന്നിട്ട് തരുണിനോട് ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറയുകയാണ് കേട്ടോ. വേദന കാര്യങ്ങളും കുഞ്ഞിൻ്റെ കാര്യങ്ങളും. നീ ഇങ്ങനെ എപ്പോഴും വേദന എടുത്തുനിന്ന് കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോരരുത്, കുഞ്ഞിനെ അവൾ പാൽ കൊടുത്ത് ഉറക്കിക്കോളും. അപ്പോൾ പറയുന്നുണ്ട് ഇവിടെ കിടന്നുറങ്ങിക്കോട്ടെ അമ്മേ, കുഞ്ഞ് ഇന്നലെ ഇവിടെ തന്നെയല്ലേ കിടന്നുറങ്ങിയത്, അത് പകലൊക്കെ ഉറങ്ങുന്ന പോലെയാണോ അത്? രാത്രി അവൾക്ക് കുഞ്ഞിന് പാൽ കൊടുത്ത് ഉറക്കണ്ടല്ലേ? പാൽ കൊടുത്ത് ഉറക്കിയിട്ടുണ്ടെങ്കിൽ കുഞ്ഞ് പിന്നെ എഴുന്നേക്കൊന്നുമില്ല എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ ഇന്ന് കൊണ്ടുവെക്കോ, പക്ഷേ നാളെ തുടങ്ങി കുഞ്ഞിനെ ഇവിടെ തന്നെ കിടത്തണം എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ കുഞ്ഞിനെ കൊണ്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ വേദ വിക്രമ് പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊക്കെ ആലോചിക്കുകയാണ്. വിക്രമാണെന്നുണ്ടെങ്കിൽ ആലോചിക്കുകയാണ് കേട്ടോ. കുഞ്ഞുണ്ടാവുന്ന കാര്യമൊക്കെ ആലോചിച്ചിട്ട് വിക്രം ഇങ്ങനെ ചിരിക്കുമ്പോൾ വിക്രമിൻ്റെ അടുത്ത് വേദ വന്നിട്ട് ചോദിക്കുക എന്താ ഇങ്ങനെ ചിരിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അല്ല നമുക്കൊരു കുഞ്ഞുണ്ടായാലേ നീ ഇങ്ങനെ ഗർഭിണി ആയിട്ട് ദേ ഇങ്ങനെ നടുവിനും പിടിച്ച് ഊന്തി തള്ളി ഇങ്ങനെ നടക്കുന്ന സമയത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കണം, ഒന്ന് പോയെന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കാണ് കേട്ടോ. അപ്പം അല്ല ഞാൻ ആലോചിക്കുകയാണ് എന്തുകൊണ്ടാണ് ഈ കുഞ്ഞുങ്ങളുണ്ടാകുമ്പോൾ അമ്മമാർ തന്നെ അവർ തുടക്കത്തിൽ പൂർണ്ണമായി സംരക്ഷിക്കുന്നത് എന്ന് പറയും കേട്ടോ. അപ്പോൾ അത് സിമ്പിളല്ലേ, സ്ത്രീകളാണ് ഈ ലോകത്തിലെ ഏറ്റവും വിലപ്പെട്ടതെന്ന് പറയും. ആണോ? അപ്പോൾ ആണുങ്ങളോ? നിങ്ങൾ വെറും ടൂൾസുകൾ എന്ന് പറയട്ടെ. ടൂൾസോ? സ്ത്രീകളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ലോകം ഉണ്ടാക്കിയിട്ടുള്ള ഉപകരണങ്ങൾ ആണോ? അങ്ങനെയാണോ? അപ്പം ചിലപ്പോൾ എനിക്ക് തോന്നാറുണ്ട് ഈ ലോകത്തുള്ള യുദ്ധം വരെ ആണുങ്ങൾ ജയിക്കുന്നുണ്ട്, പക്ഷേ ഒരു കുഞ്ഞിനെ വളർത്താൻ സ്ത്രീക്ക് കഴിയുള്ളൂ അല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെയൊന്നുമില്ല. ചിലപ്പോൾ ജനത്തോടെ കൂടിയിട്ട് അമ്മ മരിക്കുമ്പോൾ ചില കുട്ടികൾ അച്ഛന്മാർ വളർത്തുന്നില്ലേ. അപ്പോൾ പിന്നെ അങ്ങനെ പറയാൻ പറ്റൂല. ഇനിയിപ്പോൾ ഞാൻ പ്രസവിക്കുന്ന സമയത്ത് ഞാൻ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ കുഞ്ഞിനെ വിക്രം വളർത്തേണ്ടതെന്ന് പറഞ്ഞ വഴിക്ക് വേദന വായ പൊത്തിപ്പിടിക്കുകയാണ്. എന്തുട്ടൊക്കെ പറയുന്നത്? നമ്മൾ നല്ലൊരു ജീവിതത്തിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്? വേദന ഇങ്ങനെ ചേർത്ത് പിടിക്കുകയാണ് കേട്ടോ. അപ്പോൾ വേദ ഭയങ്കര സന്തോഷത്തോടുകൂടി ഇരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ വേദയ്ക്ക് ഇങ്ങനെ ആലോചനകൾ വരുമ്പോൾ ഭയങ്കരമായിട്ട് സങ്കടം വരികയാണ് കേട്ടോ. പിന്നെ ഇടുക്കിയിൽ വെച്ചിട്ട് വേദയും വിക്രം കൂടെ സംസാരിച്ചിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ വേദന മനസ്സിലേക്ക് കൂടെ ഇങ്ങനെ പോകുമ്പോൾ വേദയ്ക്ക് ഇങ്ങനെ ഭയങ്കര സങ്കടം വരികയാണ് കേട്ടോ. വിക്രത്തിൻ്റെ കാര്യം ആലോചിച്ചിട്ട് പൊട്ടിക്കറിയാണ്. അതിന് ശേഷം പിന്നെ കാണിക്കുന്നത് വിക്രമിനെയാണ്. വിക്രമാണെന്നുണ്ടെങ്കിൽ മഴ വീണത് കാണുമ്പോൾ പുറത്തേക്ക് ഇങ്ങനെ നോക്കി നിന്നിട്ട് മഴയത്ത് വേദ തൻ്റെ വീട്ടുമുറ്റത്ത് വന്ന് നിന്നായ ഒരു ഭാഗം മുതൽ അങ്ങോട്ട് തൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ഓരോ കാര്യങ്ങളും, വണ്ടിമ പോയതും വണ്ടിമ പോകുമ്പോൾ ബ്രേക്ക് ഇടുമ്പോൾ ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്നതും അവൾ അതുപോലെ തന്നെ വേദന കഴുത്തിൽ മാലിടുന്നതും അങ്ങനെയായിട്ടുള്ള ഓരോ നല്ല നിമിഷങ്ങൾ വിക്രം ഇങ്ങനെ ആലോചിച്ചിട്ട് ഇങ്ങനെ ചിരിക്കുകയാണ്.
പിന്നെ കാണിക്കുന്നത് കുഞ്ഞിൻ്റെ പേരുവിളിയാണ് കേട്ടോ. ഭയങ്കര ആഘോഷമായിട്ടാണ് കേട്ടോ തരുൺ അത് നടത്തുന്നത്. ഇതൊക്കെ കണ്ടിട്ട് വേദയ്ക്ക് വല്ലാത്തൊരു സങ്കടവും കുറ്റബോധവും ഒക്കെ വരികയാണ് കേട്ടോ. അങ്ങനെ മാറി നിന്ന് വേദ ഇങ്ങനെ കരയണ സമയത്ത് അമ്മ വന്നിട്ട് ചോദിക്കുകയാണ്, മോളിങ്ങനെ ടെൻഷൻ അടിക്കണ്ട മോളെ, വേദന എന്താണെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇത് നമുക്ക് വിട്ടുകൊടുത്തേ പറ്റുള്ളൂ. അവൻ കൂടുതൽ കുഞ്ഞിനോട് അടുക്കുന്നത് പ്രശ്നമാണെന്ന് അമ്മയ്ക്ക് അറിയാം. പക്ഷേ എന്ത് ചെയ്യാനാണെന്നൊക്കെ പറയുകയാണെങ്കിൽ പിന്നെ പേരുവിളിയുടെ 5 ദിവസം ഭയങ്കര ആഘോഷങ്ങളും ചടങ്ങുകളും. അപ്പോൾ വേദ കുഞ്ഞിനെ കണ്ണെഴുതിക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ കുഞ്ഞിനെ വരുൺ വന്ന് എടുത്തുകൊണ്ട് പോവുകയാണ്. അന്നേരം അമ്മ ചെന്നിട്ട്, തരുണേ നീ എന്തേ ചെയ്യുന്നത്, കുഞ്ഞിനെ ഇങ്ങോട്ട് കൊണ്ടുപോകാൻ, നീ അവിടെ ആൾക്കാർ വന്നിട്ടില്ല, ആൾക്കാരുടെ അടുത്തേക്ക് പോ എന്ന് പറഞ്ഞിട്ട് കുഞ്ഞിനെ വീണ്ടും കൊണ്ടു കൊടുക്കുകയാണ്. അതിന് ശേഷം കുഞ്ഞിനെ കണ്ണൊക്കെ വെച്ചതിന് ശേഷം തരുണിൻ്റെ അടുത്ത് കൊണ്ടു കൊടുക്കുകയാണ്. അപ്പോൾ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ, രാധികയുടെ ഫോട്ടോ വെച്ചിട്ടുണ്ട്. അപ്പോൾ രാധികയുടെ ഫോട്ടോ വെച്ചതിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ ചെന്നിരിക്കുന്നത്, അമ്മയും അച്ഛനും കുഞ്ഞും എന്നുള്ള രീതിയിൽ. അങ്ങനെ പേര് വിളിക്കുന്നതൊക്കെ ദൂരെ നിന്ന് നോക്കി കാണാൻ കേട്ടോ വേദ. അങ്ങനെ വേദ വന്ന് കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോകുമ്പോൾ അത് ഇഷ്ടപ്പെടാതെ തന്നെ തരുൺ അങ്ങനെ പിന്നെ കൂടെ പോകാൻ പോകുമ്പോൾ അമ്മ പറഞ്ഞയക്കുന്നത്, നീ അങ്ങോട്ട് ചെല്ല്, ഞാൻ കുഞ്ഞിൻ്റെ അടുത്തേക്ക് പൊക്കോളാം എന്ന് പറയുകയാണെ. അങ്ങനെ തരുൺ അങ്ങോട്ട് പോകും. അതിന് ശേഷം തരുണെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ, നീ ഇങ്ങനെ എപ്പോഴെപ്പോഴും കുഞ്ഞിനെ എന്തിനാ അവളുടെ അടുത്ത് നിന്ന് എടുത്തുകൊണ്ട് പോരുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. കുഞ്ഞ് എൻ്റെ അടുത്തല്ലേ അമ്മയ്ക്ക് എടുക്കേണ്ടത്, എൻ്റെ അടുത്തല്ലേ അവൾ വളരേണ്ടതെന്നൊക്കെ പറയുകയാണെ. മോനെ അങ്ങനെയല്ല, അവൾ നമുക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യുന്നുണ്ട്, കുഞ്ഞിനെ പാല് കൊടുത്ത് സ്നേഹിച്ച് വളർത്തുന്നില്ലേ എന്നൊക്കെ പറയാൻ കേട്ടോ. മാത്രമല്ല കുഞ്ഞ് വളർന്ന് വലുതാവുമ്പോൾ അവളുടെ അമ്മ ജീവിച്ചിരിപ്പില്ല എന്നുള്ള കാര്യം ഇപ്പോഴേ തന്നെ നീ കുഞ്ഞിനെ പറഞ്ഞ് മനസ്സിലാക്കിക്കരുത്. അതെന്താ അമ്മ അങ്ങനെ, വേണ്ട, അവൾക്കതൊരു വിഷമാവും. അതുകൊണ്ട് കുഞ്ഞിൻ്റെ അമ്മ രാധികയാണെന്ന് പറയരുതെന്നുള്ള രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ വേദ തന്നെയാണ് കുഞ്ഞിൻ്റെ അമ്മ എന്നുള്ള രീതിയിലാണ് ഇനി അങ്ങോട്ട് വരാൻ പോകുന്നത്. പിന്നെ കാണിക്കുന്നത് കോടതിയിൽ വിചാരണ നടക്കാൻ കേട്ടോ. ശങ്കരനാരായണൻ വിക്രമിന് വേണ്ടി വാദിക്കുന്നുണ്ട്. മൈക്കിൾ അച്ഛനെയും അതുപോലെ തന്നെ ഗീവർഗീസിനെയും മേരിനെയും സേതുവിനെയും ഒക്കെ സാക്ഷികളായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ശങ്കരനാരായണൻ ഓരോരോ കാര്യങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിച്ച് ഓരോരോ കാര്യങ്ങൾ ഓരോരുത്തരെ വിളിച്ച് നിർത്തിയിട്ട് ഓരോ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ വളരെയധികം കോൺഫിഡൻസോട് കൂടിയിട്ടാണ് നമ്മുടെ ശ്രീകാന്ത് അവിടെ ഇരിക്കുന്നത്. ഒരിക്കലും വിക്രമിനെ പുറത്തിറക്കാൻ കഴിയില്ല. ദർശനം ഉണ്ടല്ലോ, ദർശൻ കൂടിനുള്ള ബലത്തിലാണ് ശ്രീകാന്ത് ഇരിക്കുന്നത്. അങ്ങനെ ഓരോരുത്തരോടായിട്ട് ഓരോരോ ചോദ്യങ്ങൾ ഇടുക്കിയിലേക്ക് വന്നതും ഇടുക്കിയിൽ സംഭവിച്ചതും ചന്ദ്രശേഖരനും ശ്രീകാന്തും അന്വേഷിച്ച് വന്നതും അനിയൻകുട്ടനെ കൊന്നതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും സേതും ഗീവർഗീസും മൈക്കിൾ അച്ഛനും അങ്ങനെ ഓരോരുത്തരോ ആയിട്ടിങ്ങനെ സാക്ഷികളായിട്ട് വരികയും പറയും, ചോദ്യങ്ങൾ ചോദിക്കുകയും ഉത്തരങ്ങൾ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. കണ്ടിട്ട് ഭയങ്കരമായിട്ട് കോൺഫിഡൻസോട് കൂടി തന്നെ ദർശൻ ഇരിക്കുന്നുണ്ട്. അങ്ങനെ സേതുവിനെ ചോദ്യം ചെയ്യുന്ന സമയത്ത് ദർശൻ ഒരു കാര്യം ചോദിക്കാനുണ്ടെന്ന് പറയും കേട്ടോ. അപ്പം ജഡ്ജി പറയുന്നുണ്ട്, പറഞ്ഞോളാൻ പറയുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട് ഈ കാര്യം ഇപ്പം സേതു പറഞ്ഞ കാര്യങ്ങളൊക്കെ സേതു നേരിട്ട് കണ്ടതാണോ അതോ വിക്രം പറഞ്ഞതാണോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം പറയുന്നുണ്ട് വിക്രം പറഞ്ഞതാണെന്ന് പറയാൻ കേട്ടോ. നോട്ട് ദ പോയിന്റ് എന്ന് പറഞ്ഞിട്ട് ആളവിടെ ദർശൻ അവിടെ ഇരിക്കുകയാണ് കേട്ടോ. കാരണം ഇതൊക്കെ സേതുവിനോട് വിക്രം പറഞ്ഞതാണല്ലോ. അതുകൊണ്ട് വിക്രം സേതു ഇതൊന്നും നേരിട്ട് കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ പിന്നെ സേതുവിനൊരു സാക്ഷിയായിട്ട് എടുക്കാനും പറ്റൂലല്ലോ. പക്ഷെ സേതു ചന്ദ്രശേഖരനും ശ്രീകാന്തും കൂടി വിക്രമിനെ ആക്രമിക്കുന്നു കണ്ടതു എന്നുള്ളത് അത് തന്നെ സേതു പറയുന്നുണ്ട്. ഇവരെ ആക്രമിക്കുന്നത് ഞാൻ കണ്ടതാണ്, അതുകൊണ്ട് അതിൽ ഞാൻ ഇടപെട്ടു. അപ്പോൾ തോക്ക് ചൂണ്ടി മറ്റേ നിങ്ങൾ ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളല്ലേ ആദ്യം തോക്ക് ചൂണ്ടി വെടിവെക്കേണ്ടത്, പിന്നെ എന്തുകൊണ്ട് ചന്ദ്രശേഖരൻ തോക്ക് ചൂണ്ടി നിങ്ങളുടെ നേരെ തോക്ക് ചൂണ്ടിയില്ല എന്ന് പറയുമ്പോൾ എൻ്റെ നേരെ തോക്ക് ചൂണ്ടി, പക്ഷെ അത് തട്ടിത്തെറിച്ചു പോയി. അതിന് ശേഷമാണ് പിന്നെ അനിയൻകുട്ടനെ കൊന്നതെന്ന് പറയട്ടോ. അതെന്താ നിങ്ങളുടെ നേരെ തോക്ക് ചൂണ്ടിയിട്ട് കാഞ്ചി വലിക്കാൻ ചന്ദ്രശേഖരൻ മറന്നുപോയെന്നൊക്കെ പറഞ്ഞിട്ട് പരിഹസിക്കുകയാണ് കേട്ടോ സേതുവിനെ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ദർശൻ ഓരോരുത്തരെയായിട്ട് വിളിച്ചിങ്ങായിട്ട് ചോദ്യം ചെയ്യുന്നുണ്ട് കേട്ടോ. അതായത് ഗീവർഗീസിനെയും മൈക്കിൾ അച്ഛനെയും അതുപോലെ തന്നെ മേരീനെയും സേതുവിനെയും ഒക്കെ വിളിച്ച് ചോദ്യം ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശങ്കരനാരായണൻ ചോദിച്ച ചോദ്യങ്ങൾക്ക് മേലെ ഓരോരോ ചോദ്യങ്ങൾ ചോദിച്ചവർ ബുദ്ധിമുട്ടിക്കുകയാണ് കേട്ടോ. പിന്നെ ആകെ കണ്ട സാക്ഷി എന്ന് പറയുന്നത് നമ്മുടെ തോട്ടത്തിലെ മാനേജറാണ്. അപ്പോൾ മാനേജറാണെന്നുണ്ടെങ്കിൽ മറ്റൊരു തെറ്റ് ചെയ്തിട്ട് വേദം അത് കണ്ടുപിടിച്ചിട്ടുള്ള ആളാണ്. അതുകൊണ്ടാണ് ഇത്ര ശത്രുത എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അയാൾ വേറൊരു ആൾക്കാർക്ക് ഫ്രീ ആയിട്ട് വീടൊക്കെ നിർമ്മിച്ച് നൽകുന്ന ഒരു ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ഉടമയാണ്. അത്രയും നല്ലൊരു പ്രവൃത്തി ചെയ്യുന്ന ഒരാളാണ്. കോടതിക്ക് നേരിട്ട് അന്വേഷിക്കാമെന്നൊക്കെ ദർശൻ അതിനായിട്ടുള്ള തെളിവുകളൊക്കെ ദർശൻ കൊണ്ടുവന്നിട്ടുണ്ട്. ദർശൻ നല്ല രീതിയിലുള്ള നല്ലൊരു വക്കീൽ തന്നെയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ
ആ കാര്യങ്ങളൊന്നും അവിടെ കോടതിയിൽ വില പോകുന്നില്ല കേട്ടോ. മാത്രമല്ല ദർശൻ പറയുന്നുണ്ട് ഈ തോക്ക് ആരുടേതായിരുന്നു, തോക്ക് ആരുടെ കയ്യിലായിരുന്നു ഇരുന്നതെന്ന് കണ്ടോന്ന് സേതുവിനോട് ചോദിക്കുമ്പോൾ ഇല്ല കണ്ടില്ല എന്ന് പറയാം കേട്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ തോക്ക് ആരുടേതായിരുന്നു ഞാൻ പറയാം. ആ തോക്ക് ശ്രീകാര്യ ശ്രീനിവാസൻ്റെ ആയിരുന്നു എന്ന് പറയുകയാണെ. ഇത് കേൾക്കുമ്പോൾ വിക്രമും അതുപോലെ തന്നെ ശങ്കരനാരായണൻ ആകെ ഞെട്ടിത്തെരിക്കുകയാണ് കേട്ടോ. ശ്രീകാര്യ ശ്രീനിവാസൻ്റെ പേരിലുള്ള തോക്കാണ്, ലൈസൻസ് ശ്രീകാര്യ ശ്രീനിവാസൻ്റെ പേരിലാണെന്ന് പറയുകയാണെ. ഇത് കേട്ട് ആകെ തരിച്ച് നിൽക്കുകയാണ് കേട്ടോ. അപ്പം ശ്രീകാര്യ ശ്രീനിവാസൻ്റെ വലങ്കായി ആയിട്ടുള്ള വിക്രമിൻ്റേതായിരുന്നു ആ തോക്കുന്ന് സ്ഥാപിച്ചെടുക്കുകയാണ് അവിടെ ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് വന്നതെന്നൊന്നും കാണിക്കുന്നില്ല. അവസാനം കേസ് മാറ്റി വെച്ചു എന്ന് പറഞ്ഞിട്ട് വിക്രം ഇങ്ങനെ ഇറങ്ങി പോകുമ്പോൾ ശ്രീകാന്ത് വന്ന് ചോദിക്കുന്നു, അത്ര എളുപ്പത്തിൽ നീ ഇറങ്ങി പോകാമെന്ന് നീ വിചാരിച്ചു എന്ന് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, വരുണിൻ്റെ കൊലപാതക ചോറ് കൂടെ നിന്നെ ഞാൻ ഊട്ടിച്ചിട്ടേ പുറത്തിറക്കുള്ളടാന്ന് ദർശനം പറയുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് സുധാകരൻ മാഷ് വന്നിട്ട് വിക്രമിനെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കുന്നുണ്ട്. അച്ഛനോടൊക്കെ യാത്ര പറഞ്ഞ് വിക്രമ വീണ്ടും ജയിലിലേക്ക് പോവുകയാണ്. പിന്നെ കാണിക്കുന്നത് വേദ ഇങ്ങനെ കുഞ്ഞിനെ കളിപ്പിക്കുന്നതും ഒരുക്കുന്നതും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ആ സമയത്ത് തരുൺ അവിടേക്ക് പോലീസ് വേഷത്തിൽ വരുന്നുണ്ട്. അപ്പോൾ വേദ ഇങ്ങനെ കുഞ്ഞിനെ സ്നേഹിക്കുന്നത് കാണുമ്പോൾ തരുൺ ഭയങ്കര ഒരു സന്തോഷമൊക്കെ തോന്നുന്നുണ്ട്. തരുൺ ഇങ്ങനെ ഓഫീസിലേക്ക് പോവുകയാണ്. അതിനുശേഷം അമ്മ വന്നിട്ട് പറയാണ്, മോളുടെ ജീവിതത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് അമ്മയ്ക്ക് അറിയാം. അതിനൊക്കെ അതിജീവിക്കാനായിട്ട് അമ്മ ഒരു കാര്യം പറഞ്ഞു തരാം. എന്തായാലും മോള് ഒറ്റയ്ക്ക് തന്നെ കുഞ്ഞിനെ വളർത്തേണ്ട സാഹചര്യം വരും. അപ്പോൾ അതിജീവിക്കാനായിട്ട് ഈ ഒരു മുറി മോളെ സഹായിക്കും എന്ന് പറഞ്ഞിട്ട് ഒരു മുറി തുറന്നു കൊടുക്കുകയാണ് കേട്ടോ. ഒരുപാട് ബുക്കുകളും ഫോട്ടോസുകളും ഒരുപാട് കാര്യങ്ങളുള്ള ഒരു മുറിയിലേക്ക് വേദ കയറുന്നത് കാണിച്ചുകൊണ്ട് എപ്പിസോഡ് അവസാനിക്കുകയാണ്. ഇന്ന് വന്ന 5 എപ്പിസോഡുകളുടെ റിവ്യൂ ആണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഇത്രയും റിവ്യൂസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ മറക്കാതെ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.